Hello everyone, welcome back to Xylem, welcome back to the world of English. നാളെയാണ് നമ്മുടെ SSLC മോഡൽ എക്സാം. 80 മാർക്കിന്റെ ഒരു പരീക്ഷയുണ്ട്. അതുകൂടാതെ മറ്റൊരു എക്സാം കൂടെയുണ്ട്. സോ 2 എക്സാംസ് ഉണ്ട് നമുക്ക് നാളെ. അപ്പൊ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? എങ്ങനെയാണ് നാളത്തെ എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ 15 ചാപ്റ്റേഴ്സും ലൈൻ ബൈ ലൈൻ വായിക്കാനാണ് ഈ ഒരൊറ്റ വൈകുന്നേരം കൊണ്ട് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എ വൈസ് ഡിസിഷൻ. പിന്നെ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നാളത്തെ എക്സാമിനെ ഗംഭീരമായി സിസ്റ്റമാറ്റിക് ആയി ഫേസ് ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, മോഡൽ എക്സാം ആയാലും പബ്ലിക് എക്സാം ആയി കഴിഞ്ഞാലും അതിന്റെ പാറ്റേൺ സിമിലർ ആണ്. ആ പാറ്റേൺ ഏകദേശം ഇങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് ഏകദേശം ഈ പറയുന്ന അത്രയും ഡിസ്കോഴ്സുകളും ഈ 6 ഗ്രാമർ ടോപ്പിക്കുകളിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി ഈ ഗ്രാമർ ടോപ്പിക്കിൽ ഏതെങ്കിലും അഡീഷനോ ഡിലീഷനോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മോഡൽ എക്സാമിന്റെ പാറ്റേൺ വരുമ്പോൾ അറിയാം. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഈ പാറ്റേണിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഇനി ഡിസ്കോഴ്സുകളിലേക്ക് വരുമ്പോൾ നോട്ടീസ്, ഡയറി, ലെറ്റർ, ക്വസ്റ്റ്യൻ മേക്കിംഗ് പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൈറ്റ് അപ്പ്, നറേഷൻ, റിവ്യൂ, സ്പീച്ച്, ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈൽ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, കോൺവെർസേഷൻ, ഈ ഫോർമാറ്റിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരിക. ദെൻ ഇതിന്റെ കൂടെ കോംപ്രിഹെൻഷൻ കൂടെ വരും. സോ നോക്കൂ, നാളത്തെ എക്സാമിന് കോംപ്രിഹെൻഷന് വേണ്ടി പാസേജ് കോംപ്രിഹെൻഷൻ, പോയം കോംപ്രിഹെൻഷൻ, ഫോറിൻ പാസേജ്, ഡാറ്റ അനാലിസിസ്, ഈ 20 മാർക്കിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ഇനി അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്കത് അധ്വാനിച്ച് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. സോ ട്രസ്റ്റ് യുവർ ലാംഗ്വേജ്. എന്നാൽ ബാക്കിയുള്ള 60 മാർക്ക് വരുന്നത് ഞാൻ ഈ പറയുന്ന 2 ഏരിയയിൽ നിന്നാണ്. അടുത്ത ചോദ്യം, നമ്മളൊരു ഡയറിയുടെ കേസ് എടുക്കുക. ഒരു ഡയറിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡയറിയാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീയിൽ തന്നെ ഒരു 3 ഡയറി ഉണ്ട്. സ്നേക്ക് ആൻഡ് മെറൽ ഒരു ഡയറിക്ക് സാധ്യതയുണ്ട്. പ്രൊജക്ട് ടൈഗറിൽ 1-2 ഡയറിക്ക് സാധ്യതയുണ്ട്. മൈ സിസ്റ്റർ ഷൂസിൽ അലിയുടെയോ സെഹ്റയുടെയോ ഡയറിക്ക് സാധ്യതയുണ്ട്. ഇതിന് അടുത്ത ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡിൽ വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ ജോണിന്റെ 1-2 ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഡയറിക്ക് സാധ്യതയുണ്ട്. AJ ക്രോണിന്റെ ഡയറിക്ക് സാധ്യതയുണ്ട്. മിസ്സസ് ജോണിന്റെ ഡയറിക്ക് സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 1-ലധികം ഡയറികൾക്ക് പോസിബിലിറ്റി ഉണ്ട്. ഓരോ ഡിസ്കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. നോക്കൂ, വാൻക എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ വാൻക എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 10 പൊട്ടൻഷ്യൽ ഡിസ്കോഴ്സുകൾ കണ്ടുപിടിക്കാം, അത് എഴുതി പഠിക്കാം. പക്ഷെ അപ്പോ 10x10 പോയിംസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 10x10 100 ഡിസ്കോഴ്സുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും, കാണാതെ എഴുതി പഠിക്കേണ്ടി വരും. നമുക്ക് ഇതൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു. പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നാളെ രാവിലെയാണ് നമ്മുടെ എക്സാം എങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മുടെ സ്ട്രാറ്റജി ഒരിക്കലും ഇതായിരിക്കരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഡിസ്കോഴ്സുകൾ, നോട്ടീസ് ആയാലും, നോട്ടീസ് എന്തായാലും ചോദിക്കും, പ്രൊഫൈൽ എന്തായാലും ചോദിക്കും, ഡയറി എന്തായാലും ചോദിക്കും, ലെറ്റർ എന്തായാലും ചോദിക്കും, ഈ പറയുന്ന ഡിസ്കോഴ്സുകളുടെ കൃത്യമായ ഫോർമാറ്റുകൾ പഠിച്ചു വെക്കുക. ദെൻ ഏത് ചോദിച്ചാലും ഓരോ ചാപ്റ്ററിനും അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ ഉറപ്പിച്ചിട്ട് എങ്ങനെയാണോ ഈ ഫോർമാറ്റിലേക്ക് അതിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പഠിക്കുക. ഇത് മാത്രമേ നമുക്ക് ഈ വൈകുന്നേരം കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ചതിലും നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നാളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയല്ല, നാളെ പഠിച്ച കാര്യങ്ങൾ, പണ്ടൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങളെ ഈ ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന എക്സാം ആണ്. അവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ 6 ഗ്രാമർ ടോപ്പിക്കുകളുണ്ട്. അതിൽ കോൺവെർസേഷൻ കംപ്ലീഷനും എഡിറ്റിംഗും ഫ്രേസൽ വേർബ്സും റിപ്പോർട്ട് സ്പീച്ചും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളാണ് കുറേ പേർക്ക്. എന്നാൽ ഇന്ന് പരീക്ഷയ്ക്ക് ഒരു ദിവസം ബാക്കിയുള്ള നേരത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബേസ് മുതൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്തു പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, സോ ഇതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. ഒരു പരീക്ഷയുടെ തൊട്ട് തലേ ദിവസത്തെ ലാസ്റ്റ് ഡേയിൽ ഇംഗ്ലീഷിന്റെ സ്ട്രാറ്റജി ഇതായിരിക്കണം എന്നാണ് നാച്ചു സാർ വിശ്വസിക്കുന്നത്. സോ നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ പറയാം. ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മളുടെ മെഗാ മാരത്തോണിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. വളരെ ചെറിയ സമയം നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ സിസ്റ്റമാറ്റിക്കായി പ്രൊഡക്റ്റീവായി നമുക്ക് ഈ കാര്യങ്ങളെ മുഴുവൻ പഠിച്ചു തീർക്കാം എന്നുള്ളത് വൈകുന്നേരം 6 മണിയുടെ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. സോ I will see you the today sharp at 6 o'clock. So thank you for watching the video. I love you all.